പുസ്തകങ്ങൾക്ക് പ്രാധാന്യം വന്നുവെന്ന് വന്നപ്പോൾ വീര്യവത്താക്കുന്നവനിലേക്ക് വിദ്യയെ കൈമാറിക്കൊടുത്തില്ല. അതുകൊണ്ട് വിദ്യയുടെ ഉത്കർഷമല്ല ഉണ്ടായത്. ജ്ഞാനദാനം പണത്തിനായി. കഴിഞ്ഞു വന്നാൽ പണം കൊടുത്ത് വിദ്യയും മേടിച്ചിങ്ങ് വന്നാൽ പിന്നെ കൊല്ലാം. ആരാച്ചാരുടെ ലൈസൻസുകളാണ് ജനാധിപത്യത്തിൽ വിദ്യയിലൂടെ വാങ്ങിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും. ലോകസമ്മതത്തിന് കൊലക്കയറിടാനുള്ള ആരാച്ചാർക്ക് പണിയില്ലാതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പണിയില്ലാതായത്? നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മുഴുവൻ ഇറങ്ങുന്നത് ആരാച്ചാരാണ്. എന്താ, വണ്ടി ഓടിക്കാൻ ലൈസൻസ് വാങ്ങിച്ച് മറ്റവൻ്റെ നെഞ്ചത്തോട്ട് കയറ്റുക. ആ ലൈസൻസ് എന്തിനുള്ളതാ? ആരാച്ചാർക്കുള്ളതാ. ആ ലൈസൻസ് ഇല്ലെങ്കിലോ? എന്തിനാ ലൈസൻസ്? വണ്ടി മനോഹരമായി ഓടിക്കാനല്ല ലൈസൻസ്. മറ്റവൻ്റെ നെഞ്ചത്ത് കയറ്റിയാൽ കാണിക്കാൻ ലൈസൻസ് ഉണ്ടോ? എന്തിനാ ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഇല്ലാതെ ഇടിച്ചാൽ ഓണറും വിഷമിക്കും, ഇടി കൊണ്ടവന്റെ ബന്ധുക്കളും വിഷമിക്കും. അവന്റെ ജീവൻ രക്ഷിക്കാനല്ല ഈ രണ്ട് ലൈസൻസും. ലൈഫല്ല ഇൻഷുർ ചെയ്യുന്നത്, പണമാണ് ഇൻഷുർ ചെയ്യുന്നത്. വിവരദോഷികൾ. എന്നിട്ട് പൊങ്ങച്ചൻ പറയുന്നു, നോ, ആ മൂളയുണ്ടെങ്കിൽ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫൊന്നുമല്ല ആരും ഇൻഷുർ ചെയ്യുന്നത്. ഓരോ ഡ്രൈവിംഗ് ലൈസൻസും ഗവൺമെന്റ് അനുമതിയോടെ കൊടുക്കുന്നത് ഓരോ ആരാച്ചാരമൊക്കെ. ഇനി വേറെ ആരാച്ചാരം എന്തിനാ? ഓരോ സർജന് ലൈസൻസ് കൊടുക്കുമ്പോഴും ഓരോ ഡോക്ടറെ പ്രതിഷ്ഠിച്ചിറക്കുമ്പോഴും എല്ലാ ലൈസൻസും മനുഷ്യനെ കൊന്നാൽ അപകടമില്ല, ജയിലിൽ പോകണ്ട എന്നുള്ളതിനാണ്. എല്ലാ കാറ്ററിംഗ് ലൈസൻസും എല്ലാ ഹോട്ടലിയറിംഗ് ലൈസൻസും ലൈസൻസ് ഉണ്ടോ? അപകടമില്ല, ചെയ്തോളൂ. ലൈസൻസ് അല്ല ഇവിടെ വേണ്ടത്, മനുഷ്യത്വമാണ് വേണ്ടത്. അതാണ് കൊല്ലനും തട്ടാനും ഒക്കെ പാരമ്പര്യമായി മക്കളെ പഠിപ്പിച്ചു പോകുന്നത്. അത് ഈ വിദ്യാഭ്യാസത്തിൽ കിട്ടില്ല. അതുകൊണ്ട് വിദ്യയ്ക്ക് മാഹാത്മ്യം ഉണ്ടാവില്ല. കാരണം അണ്ടനെ അഴകോടനെയാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എന്നെ നേരിടാം. ഞാൻ ഒരു മയവും കാണിച്ചിട്ടില്ല വർത്തമാനം. ഒരു മര്യാദയും പാലിച്ചിട്ടില്ല. അവിടെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ഇനി പ്രത്യേകിച്ച് നോക്കിക്കൊല്ലാൻ രാജാച്ചാരോട് വേണം. അതുകൊണ്ട് വിദ്യയുടെ മാഹാത്മ്യം അറിയണമെങ്കിൽ ഇന്നത്തതുമായി താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഭഗവത്ഗീതയും ജ്ഞാനത്തെ ഏറ്റവും അധികം, ജ്ഞാനം ഏതിൽ നിന്നും വിശിഷ്ടമാണ്. അതുകൊണ്ട് ജ്ഞാനിക്കാണ് ഏറ്റവും ഉയർന്ന പദവി പണ്ടുണ്ടായിരുന്നു. ഇന്ന് അറിവിനൊരു വിലയില്ല. ആളുകൾ ഒരല്പം ഹിന്ദി ചേർത്ത് വിളിക്കുമ്പോൾ അജ്ഞാനി എന്നാണ് വിളിക്കുക. അവനൊരു അജ്ഞാനിയാണ്. അറിവുള്ളവനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഹിന്ദിയിലൊരു എടുപ്പുണ്ട്. ആ എടുപ്പനുസരിച്ച് അജ്ഞാനി. കളിയാക്കിയാണ് നിങ്ങൾ പറയുന്നത് ഒരു വേദാന്തി പോകും. ശരിയല്ല. ഓ, ഒരു വലിയ വേദാന്തി.
ബഹുമാനത്തോടെയോ ആദരവോടെയോ അല്ല പറയുന്നത്, നിന്ദാസൂചകമായിട്ടാണ് പറയുന്നത്. അറിവിനെ നിന്ദിക്കുന്ന നിങ്ങൾക്കും പിള്ളേർക്കും ഒക്കെ എന്നെങ്കിലും വിവരം ഉണ്ടാകുമോ? അറിവ് നിങ്ങളുടെ ഉള്ളിൽ കടക്കുമോ? എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും നിഷ്കപടമായി അറിവിനെ ബഹുമാനിക്കുന്നവനെ അറിവുണ്ടാവും. ജ്ഞാനം സർവാതിരിക്തമാണ്, സർവോത്കർഷേണ വർത്തിക്കുന്നതാണ്, സമതയാണ്. അതിൻ്റെ മാഹാത്മ്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിനൊരു മുഖവരയില്ലെങ്കിൽ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു പോയത്. ശ്രുതിയൊക്കെ എടുത്ത് പഠിച്ചു നോക്കണം. ശ്രുതിയിലൊക്കെ എത്രയാണ് പറയുന്നത്. ജ്ഞാനാദേവത് കൈവല്യമെന്നാണ്. ജ്ഞാനം കൊണ്ട് മാത്രമേ കൈവല്യമുണ്ടാവൂ. വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജ്ഞാനം സന്യാസ ലക്ഷണം. എന്നൊരു കാവ്യ ചുറ്റിയാൽ സന്യാസി. ചിലരാണെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് ഇതിലൊരു മുണ്ടെടുത്ത് കൊടുത്താൽ പിന്നെ അത് പറിച്ചു വെക്കാതെ മെല്ലെ അങ്ങ് ആയിത്തീരും. ജ്ഞാനമൊന്നുമല്ല ഇതിൻ്റെ ലക്ഷണം, വേഷപ്പകർച്ചയായി മാറിക്കഴിഞ്ഞു. ജ്ഞാനസമ്പാദനത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യമെന്നറിഞ്ഞ് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും അതിൻ്റെ രീതിയിൽ കൊണ്ടുപോയി ജ്ഞാനം നേടി കഴിഞ്ഞുള്ള അവസ്ഥയാണ് സന്യാസം. അതുകൊണ്ട് ഗീതയും വളരെ ഇതായിട്ട് പറയുകയാണ്, അർജുന നീ സന്യാസത്തെക്കുറിച്ചല്ലേ ചോദിച്ചേ? ഭിക്ഷാന്നം കൊണ്ട് കഴിയാൻ, ഭിക്ഷയെടുക്കാൻ പോകുന്നവൻ ജ്ഞാനിയാണ്. ജ്ഞാനിക്കേ ഭിക്ഷ കിട്ടുള്ളൂ. കാരണം തൻ്റെ കോശങ്ങളെയെല്ലാം പൃഥക്കരിച്ച് മനസ്സിലാക്കി ബന്ധം വേർപെട്ട് നിൽക്കുന്നവനെ കാണുമ്പോൾ ആ വേർപെടാൻ ആഗ്രഹിക്കുന്ന കോശങ്ങൾക്ക് വല്ലാത്തൊരു ആനന്ദമുണ്ട്. ലോകത്തെവിടെ ഒരു സന്യാസിയെ മുൻപരിചയമൊന്നുമില്ലാത്ത കാണുമ്പോൾ പോലും കോശങ്ങൾ ബഹുമാന രൂപത്തിലാകുന്നു. കോശങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പരസ്യം കൊണ്ടല്ല, മറ്റേർപ്പാടുകൊണ്ടല്ല. അതെല്ലാം അയാളിലുള്ള ജ്ഞാനത്തിൻ്റെ മാതൃക കൊണ്ടാണ്. പൂർവന്മാരതാണ് അനുഭവിച്ചത്. ഞങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെടില്ല. ഞങ്ങളിങ്ങനെ ഒരു ചെറിയ പണി, വേറെ പണിയില്ലാത്തത് വന്നതുകൊണ്ട് ഇതൊരു പണിയായിരിക്കട്ടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഐഡന്റിറ്റി കാർഡിൽ എഴുതി തൊഴിൽ സന്യാസം. എന്നല്ല വേറെ എന്തുമില്ല. റേഷൻ കാർഡിലും അങ്ങനെയല്ലേ. സ്വാമി നിർമ്മലാനന്ദഗിരി തൊഴിൽ സന്യാസം. പിന്നെ ജനം ഇതിനൊരു പുതിയ ഭാഷ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമിക്കാവുമ്പോൾ തൊഴി ഗുരുദക്ഷിണ. നിങ്ങളെന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യമാണ്. ജ്ഞാനം ഏറ്റവും മാഹാത്മ്യമായാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. യജ്ഞങ്ങളിൽ ഏറ്റവും മഹത്തായ യജ്ഞവും ജ്ഞാനയജ്ഞമാണ്. ജ്ഞാനത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ജ്ഞാനമുള്ളവന് വേറൊന്നും ആവശ്യവുമില്ല. ജ്ഞാനമില്ലാത്തവനെല്ലാം കരുതി വെക്കണം. മനസ്സിലായില്ല? ജ്ഞാനമുള്ളവനൊന്നും കരുതി വെക്കേണ്ട കാര്യമില്ല. കാരണം ഈ പ്രപഞ്ചം വേണ്ട സമയത്ത്, കാരണം അവൻ്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം. സങ്കല്പിച്ചാൽ അതെത്തും. പക്ഷെ അവൻ വേണ്ടാത്തതൊന്നും സങ്കല്പിക്കൂല. ജ്ഞാനിയുടെ സങ്കല്പമാണ് എല്ലാം. അത്രയും വരെ ഉറപ്പിലാണ് നിൽക്കുന്നത്. അത് നേടുമ്പോഴാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത്. അതല്ല പണം കൊണ്ടല്ല, തോക്കുകൊണ്ടല്ല, ബോംബ് കൊണ്ടും വടികൊണ്ടുമൊന്നുമല്ല. അങ്ങനെയൊക്കെ നിലനിർത്താമെന്ന് വ്യാമോഹിച്ചത് പാശ്ചാത്യരാണ്.
കുരിശുയുദ്ധങ്ങളിലൂടെയും ജിഹാദിലൂടെയും ഒക്കെ മതം നിലനിർത്താൻ അവർ ശ്രമിച്ചെങ്കിൽ ജ്ഞാനത്തിലൂടെ മാത്രമേ ഇത് നിലനിൽക്കൂവെന്നാണ് ശങ്കരനും ബുദ്ധനും എല്ലാം കാണിച്ചു തന്നത്. അവർക്കൊന്നുമല്ല ഇന്ന് ശിഷ്യന്മാരുള്ളത്. പാശ്ചാത്യ ദുഷ്പ്രഭുക്കന്മാരുടെ ശിഷ്യന്മാരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അധികവും. മത്സരിച്ചും എതിർത്തുമല്ല ഇത് നിലനിൽക്കുന്നത് എന്ന് ഇതിന്റെ അവസാനത്തെ കണ്ണിയിൽ നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു വെച്ചത് ശ്രുതിയിൽ നിന്നാണ്, സ്മൃതിയിൽ നിന്നാണ്. നാരായണ ഗുരുവിനെ ബഹുമാനിച്ചുകൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ വാക്കിനെ ബഹുമാനിക്കണം. അത് കഴിയണമെങ്കിൽ ജ്ഞാനത്തിന്റെ മാഹാത്മ്യം അറിയണം. നമുക്ക് ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം, അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് പിടിച്ചു പോകും. കാരണം ഈ ജ്ഞാനത്തിന്റെ